എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രില്ലിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇതിനു മുമ്പ് കാണിച്ച ഒരു ഹാൻഡ് ഡ്രില്ല് ഫിറ്റ് ചെയ്യുന്ന ഒരു ഡ്രിൽ സ്റ്റാൻഡ് ആയിരുന്നു ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതിലൊരു മോട്ടോറും കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ വൈൻഡിങ് മെഷീന്റെ മോട്ടോറാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ഡ്രിൽ സ്റ്റാൻഡ് പരിചയപ്പെടുത്തിയപ്പോൾ ഇതിൽ നമ്മളുടെ ചെറിയ ഹാൻഡ് ഡ്രില്ല്, അതായത് ഫോർവേഡ് റിവേഴ്സ് ഉള്ള ഹാൻഡ് ഡ്രില്ല് ഇതിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റഡി ആയിട്ടുള്ള ഹോളുകൾ ഇടാം. സ്റ്റാൻഡ് ബേസ് ഉള്ളതുകൊണ്ട് ടേബിളിലോ നമ്മുടെ വർക്കിംഗ് ടേബിളിൽ ഉറപ്പിച്ചിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഹോളുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ ഉറപ്പിച്ച ഒരു ഡ്രില്ലാണെങ്കിൽ ഹോൾ ഇടുന്ന സൈൻ വേവ് ഇൻവെർട്ടറിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സിങ്കുകൾ ഹോൾ ഇടുമ്പോഴും അതേപോലെ ചെറിയ പ്ലേറ്റുകൾ പല നമ്മളുടെ അതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഹോൾ ചെയ്യുമ്പോൾ ചരിഞ്ഞു പോകാതിരിക്കാനാണ് നമുക്കൊരു സ്റ്റാൻഡിന്റെ ആവശ്യം വരുന്നത്. ഒരു ഹോൾ ഇടണമെന്നുണ്ടെങ്കിൽ താഴത്ത് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് പിടിച്ചാണ് ഈ ഹോൾ ഇടുന്നത്. അപ്പോൾ ഈ കൈകൊണ്ട് പിടിക്കുമ്പോൾ എത്രത്തോളം വെർട്ടിക്കൽ ആയിട്ടുള്ള പൊസിഷൻ കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഡ്രില്ലിന്റെ ബിറ്റ് ഇങ്ങനെ പിരി പോലെ ഇരിക്കുന്നതുകൊണ്ട് തുളഞ്ഞങ്ങോട്ട് കയറുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചരിഞ്ഞ പൊസിഷനിലായിരിക്കും ഈ ഡ്രില്ല് കയറുന്നത്. അപ്പോൾ നമ്മളത് നിവർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രില്ലിലുള്ള ബിറ്റ് ഒടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഈ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 2000 രൂപയോളം ചെലവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഈ ഹോളുകൾ ഒന്നും തന്നെ ഇടാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സ്റ്റാൻഡിൽ വലിയ ഡ്രില്ലും ചെറിയ ഡ്രില്ലും പിടിപ്പിക്കാവുന്നതാണ് ഈ വാങ്ങിച്ച ഷോപ്പുകാർ പറഞ്ഞത്. പക്ഷേ വലിയ ഡ്രില്ല് ഇട്ടിട്ട്, അതായത് ഹാമറിംഗ് ഡ്രില്ലൊക്കെ ഉപയോഗിച്ച് നമുക്കത് ഡ്രിൽ മോഡിലിട്ട് തുറക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റും അതേപോലെ ഇതിൻ്റെ ഹൗസിങ്ങിൽ കൃത്യമായിട്ട് ഉറക്കാതെ വരുന്നു. അപ്പോൾ നമ്മൾ ഹോൾ ചെയ്യാനായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ ഡ്രില്ല് ചാടിപ്പോകുന്നു. അപ്പോൾ ഈ സെയിം വിഷയം തന്നെ ചെറിയ ഹാൻഡ് ഡ്രില്ല് ഇതിൽ ഘടിപ്പിച്ച് നമുക്ക് ഹോൾ ചെയ്യാൻ നോക്കിയപ്പോൾ അതിന്റെ ഹൗസിങ്ങിൽ നിന്നും നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ, അതായത് ഇതിന്റെ ലിവർ പിടിച്ച് താഴ്ത്തുമ്പോൾ ഈ സാധനം ഇളകി ഊരിപ്പോരുന്നു. അപ്പോൾ അത് ഒരു തരത്തിലും നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം നമ്മൾ ഈ ഒരു പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിക്കുകയും ചെയ്തു. നമുക്ക് ഇപ്പോൾ ഒരു ഹോള് തുറക്കണമെന്നുണ്ടെങ്കിൽ ഫോർവേഡും റിവേഴ്സും വേണ്ടി വരും. ഹീറ്റ് സിങ്കിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ, അതായത് സ്ക്രൂ ഇടാനുള്ള ഹോൾ ഇടുമ്പോൾ അത് ഫോർവേഡ് റിവേഴ്സ് എന്ന ഒരു പൊസിഷനിൽ വേണം നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ ആ ഒരു മോഡിന് ഹാൻഡ് ഡ്രില്ല് പറ്റിയതാണെങ്കിലും അത് ഇതിൽ സൂട്ട് ആകാതെ വരും. പിന്നെ ഹാൻഡ് ഡ്രില്ലിന്റെ കുറച്ച് പാളിച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹാൻഡ് ഡ്രില്ലിന് RPM കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ശക്തി കുറവാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ന്യൂനത. അതുപോലെ തന്നെ സ്പീഡ് വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു സാധനം വെച്ചിട്ട് ഹോൾ ചെയ്യാൻ നോക്കുമ്പോൾ വലിയ സ്പീഡ് ആയതുകൊണ്ട് നമ്മൾ ആ വെക്കുന്ന പൊസിഷനിൽ നിന്നും അങ്ങോട്ട് ചേഞ്ച് ആയി പോകാനുള്ള സാധ്യത വളരെയധികം ഉള്ളതുകൊണ്ട് സ്റ്റാൻഡിൽ വെച്ചുള്ള ഹോൾ ഇടൽ പ്രായോഗികമല്ലായിട്ട് തോന്നി. സാധാരണ നമ്മൾ താഴത്തെ എന്തെങ്കിലും തടിയിലൊക്കെ വെച്ച് എന്തെങ്കിലും മെറ്റലാണെങ്കിൽ നമ്മൾ അത് കാലുകൊണ്ട് ചവിട്ടി പിടിച്ചൊക്കെയാണ് ഈ ഹോൾ ഇടുന്നത്. അപ്പോൾ അത് നീങ്ങില്ല. പക്ഷേ ഇതേപോലെ ഒരു സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഡ്രില്ല് നമ്മൾ കൈകൊണ്ട് പിടിക്കണ്ട. കാരണം ഡ്രില്ല് അവിടെ ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് വെക്കുന്ന സാധനം കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. മറ്റേത് നമ്മൾ രണ്ടും നോക്കണം. അപ്പോൾ ആ ഒരു ന്യൂനത ഇതിലില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന മോട്ടോർ ആണെങ്കിൽ ഹെവി ടോർക്കുള്ള ഒരു മോട്ടോറാണ്. അപ്പോൾ ആ മോട്ടോർ ഓട്ടോമോട്ടീവ് സെക്ഷനിൽ വെക്കുന്ന ഒരു ആണ്. അപ്പോൾ ആ മോട്ടോറിന് ഹെവി ടോർക്കാണ്, അതേപോലെ സ്ലോ സ്പീഡുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾക്ക് ഇതിൽ ആവശ്യം വരുന്നത്. കാരണം നമുക്ക് ഇതിൽ വലിയൊരു സ്പീഡ് കിട്ടിയിട്ട് വലിയ കാര്യമില്ല, ശക്തിയാണ് കൂടുതൽ വേണ്ടത്. ഒരുപാട് സ്പീഡിൽ കറങ്ങിയതുകൊണ്ട് ശക്തി കിട്ടണമെന്നില്ല. എന്തെങ്കിലും ഹോൾ ചെയ്യാൻ നേരത്ത് ഭയങ്കര സ്പീഡിൽ കറങ്ങും, ശക്തി കുറവായതുകൊണ്ട് പെട്ടെന്നൊരു ടൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റക്കായി പോകും. അപ്പോൾ അതൊന്നും ഈ ഒരു മോട്ടോറിന് അതൊന്നും പ്രശ്നമല്ല. കാരണം ഇത് ടോർക്ക് കൂടുതലായതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുന്നില്ല. അത് ഒരു സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു കാരണവശാലും കൈകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇതിന് ഉള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ മോട്ടോർ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 3 ആംപിയറിന്റെ 2 വോൾട്ട് ട്രാൻസ്ഫോമർ ആണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള 5 ആംപിയർ ആണെങ്കിൽ ധാരാളമാണ്. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫോർവേഡ് റിവേഴ്സ് കണ്ടീഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് പ്ലസ് മൈനസ് അങ്ങോട്ടും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫോർവേഡും റിവേഴ്സും വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഇതിലൊരു സ്വിച്ച് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് റിവേഴ്സാണ് കറങ്ങുന്നത്. ഇനി നമുക്കിത് ഫോർവേഡ് മോഡിലോട്ട് ഇടാം. നിങ്ങൾക്ക് ഈ ചക്ക് തിരിയുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് നിർത്തി. അടുത്തത് ഇത് ഫോർവേഡാണ്. അപ്പോൾ ഈ ഒരു മോഡിലാണ് നമ്മൾ സാധാരണ ഡ്രില്ലുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡിലാണെങ്കിൽ
നമ്മളുടെ ഹോള് നേരെ താഴത്തോട്ട് ഹോൾ ചെയ്ത് കയറുന്നു. ഹോൾ ചെയ്ത ബിറ്റ് തിരിച്ച് ഊരിയെടുക്കാൻ റിവേഴ്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാം. ഇതാണ് 5 ആംപിയറിന്റെ പവർ അഡാപ്റ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഒക്കെ പുറകിൽ വരുന്ന മെയിൽ സോക്കറ്റ് ആണ് ഇരിക്കുന്നത്. കാരണം ഇതിന്റെ പിന്നുകൾ ഇവിടെയുണ്ട്. നമ്മൾ ഇതിന്റെ ഫീമെയിൽ സോക്കറ്റ് ഇതിൽ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഡിറ്റാച്ച് ചെയ്യാനും അതേപോലെ ഫിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് ഫോർവേഡ് വർക്ക് ചെയ്യുന്നത്. ഞാനിത് റിവേഴ്സ് ആക്കുകയാണ്. ഇപ്പോൾ ഇത് റിവേഴ്സ് ആണ്. ഇനി നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നുള്ള ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന്റെ ഹൗസിങ്ങിലോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു പൈപ്പിലാണ് 2 ബെയറിംഗ് ഇട്ട് ഒരു ഷാഫ്റ്റ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഈ ചക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഫ്ലൈ വീല് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇതിന്റെ മോട്ടോർ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ മോട്ടോർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്ലൈ വീല് വരുന്ന ബേസിലാണ്. ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഓൺ ഓഫ് ഓൺ എന്നുള്ള പൊസിഷനിലുള്ള 15 ആംപിയർ 250 വോൾട്ടിന്റെ സ്വിച്ചാണ്. പിന്നെ ഇതിന്റെ മൂവ്മെന്റ് ഇതേപോലെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതാണ്. ഇത് റിലീസ് ചെയ്യലും ഇൻസേർട്ട് ചെയ്യലുമാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലൈ വീൽ സെക്ഷൻ വിത്ത് ചക്ക് വരുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ മോട്ടോർ പിടിപ്പിക്കാനുള്ള സ്റ്റാൻഡും ഒരു മോട്ടോറും. ബാക്കിയൊക്കെ ഈ ഡ്രിൽ സ്റ്റാൻഡ് നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത് തന്നെയാണ്. ഈ മോട്ടോർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് അതേപോലെ ചക്ക് ഫിറ്റ് ചെയ്യാനുള്ള അതിന്റെ ഫിറ്റിങ്സും കൂടി വർക്ക്ഷോപ്പിൽ കൊടുത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു കോസ്റ്റ് ഇതിൽ വരുന്നില്ല. കാരണം ഇത് മോട്ടോർ ഏകദേശം ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയത് കിട്ടും. പിന്നെ അതേപോലെ ഈ ഫ്ലൈ വീലും ഈ ചക്കും ഈ യൂണിറ്റും നമുക്ക് നിർമ്മിച്ചെടുക്കുന്നതിന് ഏകദേശം ഒരു 1000 രൂപയോളം വരുന്നുള്ളൂ. അപ്പോൾ ടോട്ടലി നമ്മൾ ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏകദേശം ഒരു 4000 രൂപ കോസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്റ്റാൻഡ് ഡ്രില്ലിന്റെ പ്രത്യേകതകൾ. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.